Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് യൂണിറ്റ് 8 തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ മെയിൻ ആയിട്ട് തെർമോഡൈനാമിക്സിൽ ഉണ്ടാകുന്ന കുറേ ലോസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതുപോലെ തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ, അങ്ങനെയുള്ള ലോസ് നോക്കിയിട്ടായിരുന്നു. അതിന്റെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് അതിൽ വരുന്ന ഹീറ്റ്, വർക്ക്, എനർജി, ഇന്റേണൽ എനർജി ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സുകൾ, റിവേഴ്സിബിൾ, ഇറവേഴ്സിബിൾ അങ്ങനെയുള്ള പ്രോസസ്സുകൾ നോക്കിയിരുന്നു. പിന്നെ ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റേഴ്സ്, ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാ ടോപ്പിക്സുകളും ഒന്ന് ജസ്റ്റ് എന്താണെന്ന് മാത്രം ഒന്ന് കവർ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ടെമ്പറേച്ചർ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് യൂണിറ്റിൽ ടെമ്പറേച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡിയുടെ തെർമൽ സ്റ്റേറ്റ്സ് പറയുന്നത് എന്താണോ അതിനെയാണ് നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അതായത് ആ ഒരു ഹീറ്റിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ നമുക്ക് പറയാൻ പറ്റും. രണ്ട് ഡിഫറെന്റ് ബോഡികൾ, ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള രണ്ട് ബോഡികൾ ഒരു കോണ്ടാക്റ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുണ്ടാവുന്ന ആ ഒരു ഹീറ്റ് ഫ്ലോയുടെ ഡയറക്ഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒരു ഹീറ്റ് രണ്ട് ബോഡികൾ നമുക്ക് കോണ്ടാക്റ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹീറ്റ് ഒന്നും തന്നെ ട്രാൻസ്ഫർ ആകുന്നില്ല. അപ്പൊ അവ നമുക്ക് എന്ത് പറയും? അവിടെ സെയിം ടെമ്പറേച്ചർ ആണെന്ന് പറയാം, പക്ഷെ നമുക്ക് അവർക്ക് സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഒരു ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. നമ്മൾ റെപ്രസെന്റ് ചെയ്ത ക്യാപിറ്റൽ K എന്നൊരു ലെറ്ററുള്ള സിമ്പലാണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ഏതാണ്? ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാം. നമ്മൾ ലാസ്റ്റ് യൂണിറ്റിൽ വലിയൊരു 2-3 സ്ലൈഡിൽ വരുന്ന ഡിഫറൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിഫറൻസ് നോക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മേജർ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഹീറ്റിന്റെ ഒരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഹീറ്റ് ഓഫ് ആൻ ഒബ്ജക്ട് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ എനർജിയാണ് അല്ലെ. ആ ഒരു മോളിക്കുലർ മോഷൻ, ആ ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന എല്ലാ മോളിക്കുലർ മോഷന്റെയും കൂടി വരുന്ന ടോട്ടൽ എനർജിനെയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തെർമൽ എനർജിയുടെ മെഷർ ആണെന്ന് പറയാം. അതല്ലെങ്കിൽ ആ ഒരു മോളിക്യൂൾസുകളിൽ ഉണ്ടാകുന്ന, സബ്സ്റ്റൻസിൽ ഉണ്ടാകുന്ന മോളിക്യൂളുകളുടെ ഒരു ആവറേജ് ഹീറ്റിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. എന്നാൽ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. ഓക്കെ, യൂണിറ്റുകൾ നമുക്ക് എന്തൊക്കെ വരുന്നത്? ജൂൾസ്, കലോറീസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫാരൻഹീറ്റ് വരുന്നുണ്ട്, സെൽഷ്യസ് വരുന്നുണ്ട്, കെൽവിൻ വരുന്നുണ്ട്. പിന്നെ ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ Q ആണ്. എന്നാൽ ടെമ്പറേച്ചറെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ T എന്നൊരു ലെറ്ററിലാണ്. പാർട്ടിക്കിൾസിനെ ബേസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ നമ്പർ ഓഫ് ആറ്റംസ് മൾട്ടിപ്ലൈഡ് ബൈ ദി എനർജി പൊസസ്ഡ് ബൈ ഈച്ച് ആറ്റം. ഓരോ ആറ്റവും പൊസസ് ചെയ്തിരിക്കുന്ന എനർജിനെ അതേ മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ നമ്പർ ഓഫ് മെഷർ, അത് ആ ഒരു മെഷറിനെയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയറക്ഷൻ, അതായത് ഹീറ്റിന്റെ ഫ്ലോ കാണിക്കുന്ന ഡയറക്ഷനാണ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് മോളിക്യൂൾ, ആ ഒരു സബ്സ്റ്റൻസിന്റെ ഉള്ളിൽ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് മോളിക്യൂൾസുകൾ മൂവ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ എന്നുള്ള ഒരു കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടർ ബേസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു ഹീറ്റിന്റെ എബിലിറ്റി ടു ഡു വർക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. എന്നാൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഡിഗ്രി ഓഫ് ഹീറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അറിയുന്നതാണ് അല്ലെ. ആ ഒരു ടെമ്പറേച്ചർ മെഷർ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ തെർമോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് 2 എലമെന്റുകളാണുള്ളത്. ഒന്ന് ടെമ്പറേച്ചർ സെൻസർ ആണ്. അതായത് ഇപ്പൊ നമുക്കൊരു തെർമോമീറ്റർ അറിയാം, നമ്മൾ ഒരു ബോഡിയിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുകയും അതിനെ നമുക്ക് ഹ്യൂമൻ റീഡബിൾ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ ഹ്യൂമനായി മനസ്സിലാകുന്ന ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വേറൊരു ഡിവൈസ്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 2 ഡിവൈസുകളാണ് തെർമോമീറ്ററിലുള്ളത്. ഓക്കെ, അടുത്തത് തെർമോഡൈനാമിക്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ് തെർമോഡൈനാമിക്സ്. ഈ തെർമോഡൈനാമിക്സിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ്? ഹീറ്റ്, വർക്ക് ആൻഡ് ടെമ്പറേച്ചർ. ഈ 3 ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന തെർമോഡൈനാമിക്സിൽ ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ എനർജിയുടെ റിലേഷൻ, അവർ തമ്മിലുള്ള എനർജി റിലേഷൻ, അതുപോലെ റേഡിയേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ഇതിനെല്ലാം കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിസിക്സിന്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? എങ്ങനെയാണ് ഒരു തെർമൽ എനർജി എന്ന് പറയുന്നത് ഒരു ഫോമിൽ നിന്നും വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ആകുന്നത്, ആ ഒരു കൺവേർഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് തെർമോഡൈനാമിക്സ്. അതേപോലെ തന്നെ തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നത് ഓൾസോ വേറൊരു പേരിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സൈക്ലിക് ഓപ്പറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്ലിക് പ്രോസസ് എന്നുള്ള ഒരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇത്
നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഒരു എന്താണെന്ന് നോക്കുകയാണ്. ഐസോബാരിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് അലോസ് ടു സെറ്റ് അപ്പ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ചേഞ്ചസ് ഇൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ അണ്ടർ കോൺസ്റ്റന്റ് പ്രഷർ. ഒരു കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ ചേഞ്ചസ് ഇൻ വോളിയം ആൻഡ് ടെമ്പറേച്ചറിലാണ് നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഐസോബാറിക് ആണ്. ഓക്കെ, അപ്പൊ V1 by T1 is equal to V2 by T2 ആണ്. ദാറ്റ് ഈസ് V എന്ന് പറയുന്നത് വോളിയം വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പ്രോസസ് ഇൻ വിച്ച് ദ വോളിയം ഓഫ് ദ ഗ്യാസ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഐസോകോറിക്കിൽ നമുക്ക് വോളിയം എന്ന് പറയുന്നത് റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും, അതാണ് ഐസോകോറിക്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കൂ. ഒരു ഗ്യാസ് നമ്മൾ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ നമ്മൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അടുത്തത് അതിൽ വരുന്ന ഇക്വേഷൻ ആണ് P1 by T1 is equal to P2 by T2 ആയിട്ട് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ് ആണ് ഒരു സിസ്റ്റത്തിൽ. ഓക്കെ, അവിടെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്യൂർ ആകുന്നില്ല. അതായത് ആ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ്സിലോ പ്രത്യേകിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയാം. ഓക്കെ, PV gamma is equal to constant. Gamma എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി സ്പെസിഫിക് ഹീറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഐസോതെർമൽ പ്രോസസ് ആണ്. ഇറ്റ് അലോസ് ടു സെറ്റ് അപ്പ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ചേഞ്ചസ് ഇൻ പ്രഷർ ആൻഡ് വോളിയം. ആ വോളിയത്തിലും പ്രഷറിലും വരുന്ന ചേഞ്ചസിനെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നതാണ് ഐസോതെർമൽ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും. ഓക്കെ, സോ P1 V1 is equal to P2 V2, that is PV is equal to constant ആയിരിക്കും. ഓക്കെ, that is constant എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ഇതാണ് 4 പ്രോസസ് വരുന്നത് തെർമോഡൈനാമിക് പ്രോസസ്സിൽ. ദെൻ അടുത്തത് നമ്മൾ നോക്കുന്നത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പൊ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നമുക്ക് തരുന്നത് അല്ലെ. അതേപോലെ തന്നെ സ്പെസിഫൈയിങ് സിസ്റ്റം സ്റ്റേറ്റ് ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ് ഉള്ളത്. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ദ മാറ്റർ. ആ ഒരു മാറ്ററിന്റെ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, പ്രഷറും ടെമ്പറേച്ചറും ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. എന്നാൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ദേ വാല്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദ സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ അതിനെ നമുക്ക് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. വാട്ട് ആർ ദേ? വോളിയം, എനർജി, എൻതാൽപ്പി, ദീസ് ആർ ദ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, സോ നമുക്ക് മെയിൻ ആയിട്ട് 2 പ്രോപ്പർട്ടീസ് ആണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അടുത്തത് എന്താണ് എൻതാൽപ്പി എന്ന് നോക്കാം. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർമെന്റ് ഓഫ് എനർജി ഇൻ എ തെർമോഡൈനാമിക് സിസ്റ്റം. ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എനർജി മെഷർമെന്റിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു എൻതാൽപ്പിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദ സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് എത്രയാണോ അതിന് ഈക്വൽ ആയിരിക്കും എൻതാൽപ്പി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഈക്വൽ ടു ദ സിസ്റ്റംസ് ഇന്റേണൽ എനർജി പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ വോളിയം ആൻഡ് പ്രഷർ. എന്തിനൊക്കെ ഈക്വൽ ആണെന്ന് പറയാം? ഹീറ്റ് കണ്ടന്റ് ഓഫ് ദ സിസ്റ്റത്തിന് ഈക്വൽ ആണ്, അതിന്റെ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിക്ക് ഈക്വലന്റ് ആയിരിക്കും, അതേപോലെ തന്നെ വോളിയം ആൻഡ് പ്രഷർ ഇതിന്റെ എല്ലാം പ്രോഡക്റ്റിനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ എൻതാൽപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് H ആണ്, which is equal to the sum of the internal energy E അല്ലെ and product of pressure and volume. അതായത് H is equal to E plus PV ആണ്. H എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ആണ്, E is the total energy and P is the pressure and V is the volume. ഇതാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടേം ആണ് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണ്. അതിന്റെ ആ ഒരു റാൻഡംനെസ് അതല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസോർഡർ മെഷർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, next we are going to discuss about important topic. അതായത് തെർമോഡൈനാമിക്സിൽ നമുക്ക് കുറച്ച് ലോസ് ഉണ്ട്. ഓക്കെ, ആ ലോകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താ പറയുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ if two bodies are individually in equilibrium with a separate third body, then the first two bodies are also in thermal equilibrium with each other. ഓക്കെ, ഇപ്പൊ 2 ബോഡികൾ ഇൻഡിവിജ്വലി ഇക്വിലിബ്രിയം ആണ് ആരുമായിട്ട്? ഒരു തേർഡ് ബോഡി ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് 2 ബോഡിയും തെർമലി ഇക്വലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കൂ. ഒരു സിസ്റ്റം എ എന്ന് പറഞ്ഞൊരു ബോഡി ഞാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ഉണ്ട്, ഇവിടെ ഒരു തെർമോമീറ്ററും ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു തെർമോമീറ്റർ ഈ ഇതിൽ ബോഡിയിൽ വെക്കുമ്പോൾ നമുക്ക് അതൊരു ഹീറ്റ് ഒരു വേണമെങ്കിൽ ഒരു 90 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു ഹീറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു തെർമൽ നമുക്ക് പറയാം ബോഡി എയും ഈ ഒരു തെർമോമീറ്ററും ഇക്വിലിബ്രിയം ആണ്, തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഓക്കെ,
നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു തെർമോമീറ്റർ ബോഡി ബിയിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ബോഡി ഒരു കുറച്ച് നേരത്തിന് ശേഷം ഒരു ടെമ്പറേച്ചർ കാണിക്കും. സോ എനിക്ക് പറയാം ഈ തെർമോമീറ്റർ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ആണെന്ന് പറയാം. ഓക്കെ, ഈ പറയുന്ന തെർമോമീറ്റർ സിയും ഈ ബോഡി ബിയും തെർമലി ഇക്വിലിബ്രിയം ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സീറോത്ത് ലോ എന്താ പറയുന്നത്, ഇഫ് എയും സിയും തെർമലി ഇക്വിലിബ്രിയം ആണ്, അതുപോലെ തന്നെ ബിയും സിയും ഇൻഡിവിജ്വലി തെർമലി ഇക്വിലിബ്രിയം ആണെങ്കിൽ എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ലോ ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ. അല്ലെ, എനർജിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, അതിനെ ഒരു ഫോമിൽ നിന്നും വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഓക്കെ, അപ്പൊ അതിന് വരുന്ന എക്സാമ്പിളുകൾ എന്താണ്, പ്ലാന്റ്സ് റേഡിയന്റ് എനർജിനെ, സൺലൈറ്റിൽ ഉണ്ടാകുന്ന റേഡിയന്റ് എനർജിനെ കെമിക്കൽ എനർജി ആയിട്ട് ഒരു ഫോട്ടോസിന്തസിസ് പ്രോസസ് വഴി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്ലാന്റുകളെ നമ്മൾ കഴിക്കുകയും ആ കെമിക്കൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും നമ്മളത് സ്വിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാക്ക് ചെയ്യുമ്പോൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഒക്കെ എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മൾ കഴിച്ചിരിക്കുന്ന കെമിക്കൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെ, അപ്പൊ എനർജി എന്ന് പറയുന്നത് സൺലൈറ്റിൽ നിന്ന് വന്നിരിക്കുന്ന എനർജിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ അതിനെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്താ ചെയ്യുന്നത്, കൺവേർട്ട് ആയിട്ട് ലൈറ്റ് എനർജി ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ ഒരുപാട് എനർജി കൺവേർഷൻ ആണ് നമുക്ക് നടക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് പുതിയതായിട്ട് എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി ഉള്ള എനർജിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് വൺ സെറോത്ത് ലോ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇവിടെ പറയുന്നത് എന്താണ്, ദ എൻട്രോപ്പി ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓൾവേസ് ഇൻക്രീസസ്. ഓക്കെ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഇൻക്രീസസ് ആണ്. ഓക്കെ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം സ്പോണ്ടേനിയസ്ലി ഇവോൾവ്സ് ടുവാർഡ്സ് തെർമൽ ഇക്വിലിബ്രിയം, ദ സ്റ്റേറ്റ് ഓഫ് മാക്സിമം എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം. ഇതാണ് നമുക്ക് വരുന്ന ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, the entropy of the universe only increase and never decrease. അപ്പോൾ നമ്മുടെ ഒരു യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും ഇൻക്രീസ് ചെയ്യാണ്, ഡിക്രീസ് ആകില്ല. ഓക്കെ, മെനി ഇൻഡിവിജ്വൽ ടേക്ക് ദിസ് സ്റ്റേറ്റ്മെന്റ് ലൈറ്റ്ലി ആൻഡ് ഫോർ ഗ്രാന്റഡ് ബട്ട് ഇറ്റ് ഹാസ് an extensive impact on consequences വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കൂ, ഒരു റൂം എന്ന് പറയുന്നത് ടൈഡിഡ് ആൻഡ് നോട്ട് ക്ലീൻഡ് ആണ്. ഓക്കെ, നോട്ട് ക്ലീൻഡ് ആണ്. അപ്പോൾ ഇറ്റ് ഇൻവേരിയബിളി ബിക്കംസ് മോർ മെസ്സി ആൻഡ് ഡിസോർഡർലി വിത്ത് ടൈം. അല്ലെ, അപ്പൊ ടൈം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എന്താണ്, വീണ്ടും 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 അത് വൃത്തികേടാവുക ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻട്രോപ്പി എന്താകും, അവിടെ ഡിക്രീസ് ആകും. പക്ഷെ ആ ഒരു ക്ലീൻ ചെയ്യാൻ എടുത്തിരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ടോട്ടൽ എൻട്രോപ്പിനെ വീണ്ടും ഇൻക്രീസ് ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു എൻട്രോപ്പി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്, ഇറ്റ് വിൽ നോട്ട് ഡിക്രീസസ്. ഓക്കെ, അടുത്തതാണ് നമ്മുടെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ വരുന്നത്, എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം അപ്രോച്ചസ് എ കോൺസ്റ്റന്റ് വാല്യൂ ആസ് ദ ടെമ്പറേച്ചർ അപ്രോച്ചസ് അബ്സല്യൂട്ട് സീറോ. ഇപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോയിൽ എത്തുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എൻട്രോപ്പി ഓഫ് എ പ്യുവർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സീറോ ആവും. ഓക്കെ, പെർഫെക്റ്റ് ഓർഡറിലാണെന്നെങ്കിൽ അതിന്റെ അവിടുന്ന് എൻട്രോപ്പി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഓക്കെ, this statement holds true if the perfect crystal has only one state with minimum energy. അപ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്യുവർ ക്രിസ്റ്റലൈന്റെ കാര്യത്തിൽ നമുക്ക് ഈ പറയുന്നത് കറക്റ്റ് ആയിട്ടാണ് പറയാം. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്ന ഒരു ടോപ്പിക് ഹീറ്റ് എഞ്ചിൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തെർമോഡൈനാമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ഡിവൈസസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ഹീറ്റ് എഞ്ചിൻ ആണ്. ഒരു സിസ്റ്റം ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഹീറ്റിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാണ്. എങ്ങനെയാണ്, ഈ റിസർവോയറിൽ നിന്നുള്ള ആ ഒരു ഹോട്ട് ബോഡിയിൽ നിന്നുള്ള ഹീറ്റിനെ സ്വീകരിച്ച് അതിന്റെ കൂടെ കുറച്ച് വർക്കും കൂടി ചെയ്തിട്ട് ഈ ഒരു ഹീറ്റിനെ നമ്മൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ഒരു ഹീറ്റ് എഞ്ചിൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് ഓഫ് സം ഹീറ്റ് ടു സിങ്ക്. ഓക്കെ, അപ്പൊ ഹീറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് സിങ്കിലേക്ക് നമുക്ക് എന്താ വരുന്നത്, ഒരു ഹീറ്റ് അല്ലെങ്കിൽ ആ ഒരു കോൾഡ് ബോഡിയിലേക്ക് നമുക്ക് കുറച്ച് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് സം വേസ്റ്റ് ഓഫ് ഫോം ഹീറ്റ് എനർജി കുറച്ച് വേസ്റ്റ് ആവുന്നുണ്ട്, ആ ഒരു ഫോം ഓഫ് ഹീറ്റിൽ വേസ്റ്റ് ആവുന്നുണ്ട്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് എഞ്ചിൻസ് ഉണ്ട്. അതിൽ നമുക്ക് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നതിനാണ് മാക്സിമം എഫിഷ്യൻസി ഉള്ളത്. ഓക്കെ, നമ്പർ ഓഫ് ഹീറ്റ് എഞ്ചിൻസ് ഉണ്ട്, അതിൽ കാർനോട്ട് എഞ്ചിൻസിനാണ് മാക്സിമം എഫിഷ്യൻസി വരുന്നത്.
അപ്പോൾ നമുക്ക് ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ fraction of heat input at the high temperature changes to work അല്ലെ ഹീറ്റ് ഇൻപുട്ട് അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഹീറ്റ് ഇൻപുട്ട് അത് ചേഞ്ച് ആയിട്ട് വർക്കിലേക്ക് എത്രയായിട്ട് മാറുന്നുണ്ടോ അതാണ് നമുക്ക് ഹീറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തെർമോഡൈനാമിക്സ് നമുക്ക് പറയാം 100% എഫിഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തെർമോഡൈനാമിക്സ് ലോ സെക്കൻഡ് ലോ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു ഹീറ്റ് എഞ്ചിൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരിക്കലും 100% ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഹീറ്റ് ഇൻപുട്ട് ആണ്. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, Q1 മൈനസ് Q2 ആണ്. ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് Q1 ആണ്. സോ ഈറ്റ ഈസ് ഈക്വൽ ടു W ബൈ Q1 ആണ്. അപ്പോൾ Q1 മൈനസ് Q2 ബൈ 1 that is equal to 1 minus Q2 by Q1. This is the efficiency of a heat engine. അടുത്ത നമ്മൾ നോക്കുന്നത് റെഫ്രിജറേറ്റർ ആണ്. എന്താണ് റെഫ്രിജറേറ്റർ നോക്കുകയാണെങ്കിൽ in the refrigeration cycle there are 5 basic components. നമുക്ക് 5 basic കോമ്പണന്റുകളാണ് ഒരു റെഫ്രിജറേറ്ററിൽ വരുന്നത്. എന്തൊക്കെയാണ്, ഒരു ഫ്ലൂയിഡ് റെഫ്രിജറേറ്റർ വരുന്നുണ്ട്, ഒരു കംപ്രസർ, തന്നെ കണ്ടൻസർ കോയിൽ ആൻഡ് എവാപ്പറേറ്റർ കോയിൽ ആൻഡ് എക്സ്പാൻഷൻ ഡിവൈസ്. These are the 5 components in a refrigeration cycle. Okay, compressor എന്താ ചെയ്യുന്നുണ്ട്, constrict the refrigerant vapor raising its pressure and pushes it into the coils on the outside of the refrigerator. കംപ്രസർ ആ ഒരു റെഫ്രിജറന്റ് വേപ്പറിനെ കൺസ്ട്രക്ട് ചെയ്യുകയും അവിടുത്തെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ആ പ്രഷറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോയിലേക്ക് കൊടുത്തിട്ട് അതിന്റെ ഒരു റെഫ്രിജറേറ്ററിന്റെ ഔട്ട്സൈഡ് ഉള്ള കോയിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഹോട്ട് ഗ്യാസ് കോയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൂളർ എയർ ടെമ്പറേച്ചർ ഓഫ് ദ കിച്ചണിലേക്ക് എത്തുകയും അതൊരു ലിക്വിഡ് ആയിട്ട് മാറുകയും ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് റെഫ്രിജറേറ്ററിൽ വരുന്ന വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെഫ്രിജറേറ്ററിൽ നമ്മൾ എന്താ പറയുന്നത്, ആ ഒരു ലിക്വിഡ് ഫോം, ഹൈ പ്രഷറിൽ ഉണ്ടാകുന്ന ലിക്വിഡ് ഫോമിനെ റെഫ്രിജറന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൂളാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫ്രീസറിൽ ഉണ്ടാകുന്ന കോയിലിലൂടെ ഫ്ലോ ആവുകയും ഫ്രിഡ്ജിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ റെഫ്രിജറന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹീറ്റ് ഫ്രിഡ്ജിനകത്ത് ഉണ്ടാകുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും അഗൈൻ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൂൾ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫൈനൽ ആയിട്ട് ഈ ഒരു റെഫ്രിജറന്റ് എന്ത് ചെയ്യുന്നുണ്ട്, എവോപ്പറേറ്റ് ആകുകയും ഈ ഒരു കൂൾ ചെയ്തിരിക്കുന്ന എയറിനെ എവോപ്പറേറ്റ് ആകുകയും അത് അഗൈൻ കംപ്രസറിലേക്ക് ഫ്ലോ ബാക്ക് ആകുകയും ചെയ്യുന്നത്. അഗൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈക്ലിക് പ്രോസസ് ആയിട്ടാണ് നമുക്ക് റെഫ്രിജറേറ്ററിൽ ഫംഗ്ഷൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്, അല്ലെ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ടേംസ് എന്താണ്, ജസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് മാത്രമേ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.